നോക്കൂ, ലോകത്തിൽ ഏറ്റവും അധികം നിഷ്കാമമായി സേവാപ്രവർത്തനങ്ങൾ ചെയ്തത് ലോകബാഹ്യന്മാരാണ്. സ്വയം ബ്രഹ്മനിഷ്ഠയിൽ കഴിഞ്ഞ ശങ്കരാചാര്യസ്വാമികളാണ് ഇത് മുഴുവൻ എഴുതി തന്നത്. എന്താ ആവശ്യത്തിനാ? എവിടെയെങ്കിലും സുഖമായിട്ട് ഇരുന്നാൽ പോരായിരുന്നോ? എത്ര കഷ്ടപ്പാടുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നാച്ചാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ട്, പേപ്പറുണ്ട്, പെന്നുണ്ട്, കമ്പ്യൂട്ടറുണ്ട്. ഇനി എഴുതുക പോലും വേണ്ട, പറഞ്ഞാൽ കമ്പ്യൂട്ടർ അടിച്ചോളും. വോയിസ് ടൈപ്പിംഗ് ഉണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ വ്യാകരണമൊക്കെ നോക്കണമെങ്കിൽ വല്ല AI ആപ്പിനെ കൊണ്ട് ഒന്ന് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഒന്ന് കറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ മൂപ്പര് കറക്റ്റ് ചെയ്ത് തരും. ഇതുള്ള കാലമാണ് ഇന്ന്. ആ കാലം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഓലയിൽ നാരായം കൊണ്ട് ഈ ഭാഷ്യങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ എത്രയാ പ്രസ്ഥാനത്രയ ഭാഷ എഴുതി കൂട്ടിയേ? വല്ലതും ആഗ്രഹിച്ചിട്ടാ? വല്ല വികാരവും വന്നിട്ടാ? അതാണ് കാരുണ്യം, കൃപ. വേറെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. അത് നമുക്ക് തോന്നും, അത്രയേ ഉള്ളൂ. വ്യാസനെ നോക്കിയാൽ വ്യാസന എത്രയാ എഴുതി കൂട്ടിയ ഭഗവാനെ? ചിന്തിക്കാനാവുമോ നമുക്ക്? ഈ 18 പുരാണങ്ങളും ഈ ശ്രീ മഹാഭാരതമൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? വ്യാസന് വേണ്ടിയിട്ടാ? ഒന്ന് ആലോചിച്ച് നോക്കൂ. വേറെ ഇപ്പൊ കവിയാണിച്ചാൽ കവിക്ക് കവിത രചിക്കുമ്പോൾ ഒരു സന്തോഷമെങ്കിലും ഉണ്ടാവുന്നുണ്ട്. ഇത് അതുമില്ല. കേവലം കൃപ കൊണ്ടാണ്.